ഇറാൻ നേവി കമാൻഡർ അലി റേസ തങ്സിരിയെ വധിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്നതിലടക്കം പ്രധാന പങ്ക് വഹിച്ച സൈനികനാണ് അലി റേസ തങ്സിരി. ഈ വിഷയത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അനുശ്രീ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുശ്രീ, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായ സംഭാവന ഇറാനിൽ നിന്ന് കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവും കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ 2018 മുതൽ അദ്ദേഹം ഈ കമാൻഡർ ഇൻ പ്ലേസ് ആണ്. ഇത് ഇറാൻ അംഗീകരിക്കുന്നില്ല. നിലവിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇത് സംഭവിച്ചാൽ ഒരുപക്ഷെ മറ്റൊരു വലിയ നഷ്ടം ഇറാൻ സംഭവിച്ചു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. തീർച്ചയായും ഹരി, 27 ദിവസമായി തുടരുന്ന യുദ്ധത്തിന് ആക്കം കൂട്ടി ഇപ്പോൾ ഒരു കൊലപാതകം കൂടി, ഒരു മരണം കൂടി നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇറാൻ നേവി കമാൻഡറായ അലി റേസ തങ്സീരി ഇസ്രയേൽ വധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു. പ്രധാനമായും ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സൈനികനായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം നിലവിൽ വന്നാൽ, ഇദ്ദേഹം വധിക്കപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഹോർമുസ് കടലിടുക്ക് വലിയൊരു ചോദ്യചിഹ്നമായി എല്ലാവർക്കും മുന്നിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരും. അതാണ് ഇറാൻ നേവി കമാൻഡർ അലി റേസ തങ്സീരിയുടെ വധം ഇത്രത്തോളം പ്രസക്തമാക്കി മാറ്റുന്നതും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്, കരിങ്കടലിൽ തുർക്കിയുടെ ഓയിൽ ടാങ്കർ തകർത്തതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കപ്പൽ പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രോണിന് സമാനമായുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ടർക്കിഷ് ഗതാഗത മന്ത്രിയായിട്ടുള്ള അബ്ദുൽ ഖാദിർ ഇറോഗ്ലു ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ, ഈ ടാങ്കർ ഇറാനിൽ നിന്ന് എണ്ണയും പെട്രോളിയമായി വന്നതല്ല എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് വരികയായിരുന്ന ഒരു ടാങ്കർ ആയിരുന്നു ഇത്. അതിനെയാണ് തകർത്തത്. ടാങ്കറിന്റെ എഞ്ചിൻ റൂം അടക്കം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തെക്കൻ ലെബനനിൽ ഒരു ഇസ്രായേലി സൈനികൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആക്രമണത്തിൽ. ഹിസ്ബുള്ളയുമായി നടത്തിയ ഏറ്റുമുട്ടലിന് ഇടയിലായിരുന്നു ഈ മരണം സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇതിനൊക്കെ എല്ലാം ഇടയിൽ ഇറാനും അമേരിക്കയും ഇസ്രയേലിനും ഇടയിൽ മധ്യസ്ഥത്തിന് തയ്യാറാണെന്ന് ചൈന അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചൈന ഈ മധ്യസ്ഥത്തിന് തയ്യാറാവണമെങ്കിൽ അടിയന്തര വെടിനിർത്തലിന് ഈ 3 രാജ്യങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. എങ്കിൽ മാത്രമേ ചൈന ഇതിനിടയിൽ മധ്യസ്ഥത്തിന് തയ്യാറാകൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ചൈന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അബുദാബിയിൽ ഇറാൻ അയച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സ്വൈഹാൻ റോഡിലാണ് മിസൈൽ അവശിഷ്ടം വീണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. നിരവധി കാറുകൾക്കും വാഹനങ്ങൾക്കും വീടുകൾക്കും ഒക്കെ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. 3 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഇത് അബുദാബി മീഡിയ ഓഫീസ് ഇക്കാര്യം വ്യക്തമായി പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ചർച്ചകൾക്കുള്ള നിർദ്ദേശം തള്ളിയ ഇറാൻ പശ്ചിമേഷ്യയിൽ വിലപേശിന് തയ്യാറെടുക്കുന്നതായുള്ള വിവരമാണ് പലയിടത്തു നിന്നും പുറത്തു വരുന്നത്. ഇന്ന് യുദ്ധം 27 ദിവസം പിന്നിടുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നോ ഇനി ആരൊക്കെ മരണപ്പെടുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ലോകമാകെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. യുദ്ധം അതിന്റെ 4ാമത്തെ ആഴ്ചയിൽ കടക്കുമ്പോൾ ഇതുവരെ ഇറാനിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ അലി റേസ തങ്സിരിയെ വധിച്ചു എന്നാണ് ഇസ്രായേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇറാന്റെ നേവി കമാൻഡറും കൂടിയാണ് അദ്ദേഹം. അത് ഇറാൻ സ്ഥിരീകരിക്കുകയാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ് ഇറാന് ഈ യുദ്ധത്തിന് 4ാം ആഴ്ചയിൽ നടക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അനുശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.